മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഇന്ന് ജാമ്യാപേക്ഷ വീണ്ടും കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ബോബി ചെമ്മണ്ണൂർ നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തുന്ന ആളാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. മുൻപ് ചിത്രീകരിച്ച വീഡിയോകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നതാണ് കോടതിയിൽ പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അന്ന് പരമാവധി ശ്രമിച്ചിരുന്നു ബി രാമൻപിള്ളയും അഭിഭാഷക സംഘവും എങ്ങനെയെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കാൻ. സ്വാഭാവികമായി ആ സമയത്ത് ബോബി ചെമ്മണ്ണൂരിനൊരു ജാമ്യമൊക്കെ ലഭിക്കേണ്ടതുമായിരുന്നു. പക്ഷേ അത് ഇന്നത്തേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ശനിയും ഞായറും ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നത്. വളരെ ക്ഷമയോടെ പോസ്റ്ററൊന്നും ഇടാതെ ജയിലിൽ ഇരിക്കൂ എന്നതാണ് കോടതി അന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജഡ്ജി പറഞ്ഞത്. ഇന്ന് പക്ഷെ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് അല്പം അപകടം പിടിച്ചതാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഹണി റോസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയോ അല്ലാതെയോ താൻ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ താൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ള വാദമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെത്. അത് പൊളിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ സമീപിച്ചപ്പോൾ അന്വേഷണ സംഘം തലവൻ ACP ജയകുമാർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഹണി റോസിന് എതിരെയുള്ള വീഡിയോകളും മാത്രമല്ല, അതായത് അദ്ദേഹം ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും, അതായത് ദ്വയാർത്ഥ പ്രയോഗമുള്ള എല്ലാ വീഡിയോകളും പോലീസുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഇങ്ങനെ ആളുകൾ ഫോർവേഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, താൻ അറസ്റ്റിലായ ശേഷം തനിക്ക് ഇത്തരം കാര്യങ്ങളിൽ അതല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമില്ല, അതല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നിയമ വ്യവസ്ഥയോട് അങ്ങേയറ്റം പുച്ഛം കാണിക്കുന്ന, അല്ലെങ്കിൽ ഒട്ടും യോജിച്ചു പോകാത്ത തരത്തിലുള്ള നിലപാടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ പ്രതിയുടെ ബോഡി ലാംഗ്വേജ് പോലും അതിന് ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാമെന്നും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യം അപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ പോലീസിനോട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിരുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ്, അദ്ദേഹത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഒരു 10:15 കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അടിയന്തരമായി കോടതിയിലെത്തിയപ്പോൾ എന്താണ് ഈ കേസിന് ഇത്ര പ്രത്യേകത? ബോബി ചെമ്മണ്ണൂരും ഒരു സാധാരണക്കാരനാണ്, പ്രത്യേകിച്ചും പോലീസും ആ നിലപാട് തന്നെ എടുത്തിരുന്നു. പ്രതികൾക്ക്, അതായത് ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപ കേസുകളിൽ, ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളാകുന്നവർക്ക് നൽകുന്ന അതേ പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂർ നൽകിയിട്ടുള്ളൂ. ജയിലിലും കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുന്ന ബോബി ചെമ്മണ്ണൂരിനും റിമാൻഡ് തടവുകാർക്കൊപ്പം തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു പരിഗണനയൊന്നും ജയിലിലും നൽകിയിട്ടില്ല. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ഈ പറയുന്ന, അതായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന് എതിരെ പരാതി നൽകിയപ്പോൾ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. താങ്കളുടെ പണത്തിന്റെ അഹങ്കാരത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ്. ആ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് വീണ്ടും ബോബിയുടെ ജാമ്യാപേക്ഷ എത്തുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അദ്ദേഹം നിരന്തരം നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതിന്റെ രാജാവാണ് അദ്ദേഹം എന്നൊക്കെയാണ് പൊതുവെ അദ്ദേഹത്തിന്റെ ഫാൻസ്, ഈ പറയുന്ന ഫാൻസ് ആഘോഷിക്കാറുള്ളത്. എന്തായാലും അതൊക്കെ കോടതിക്ക് മുന്നിൽ എത്തുന്നുണ്ട്. നേരത്തെ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ജയിൽ അനുഭവം അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ പല തരത്തിൽ ശ്രമിച്ചു നോക്കി, നടന്നില്ല. അങ്ങനെ അദ്ദേഹം തെലങ്കാന ഗവൺമെന്റ് ഒരു പരിപാടി നടപ്പാക്കുന്നുണ്ട്, ഒരു ജയിൽ ടൂറിസം പദ്ധതി. അങ്ങനെ അദ്ദേഹം ആ ജയിൽ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി തെലങ്കാന ജയിലിൽ ഒരു ദിവസം അങ്ങോട്ട് പണം അടച്ച് അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ ജയിലിന്റെ അനുഭവം കൂടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്നത് ഒരു കൗതുകമാവാം, അല്ലെങ്കിൽ ഒരു വിരോധാഭാസം ആയിരിക്കാം. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ നിന്ന് വരുന്നത് പക്ഷേ അത്ര ലൈറ്ററായ കാര്യങ്ങളല്ല, അത്ര ലളിതമായ കാര്യങ്ങളല്ല. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അവശേഷിക്കുന്ന പ്രതികൾക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ അന്വേഷണ സംഘം ആലോചിക്കുകയാണ്. വിദേശത്തുള്ള പ്രതികളെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായവും തേടും. 43 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 29 FIRകളും രജിസ്റ്റർ ചെയ്തു.
ബഹുഭൂരിപക്ഷം പ്രതികളെയും വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ 62 പേരുള്ളതിൽ 43 പേർ അറസ്റ്റിലായി. മറ്റു ചില പ്രതികൾ വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലുമാണ്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക സംഘം അവിടങ്ങളിലേക്ക് പോകും. പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായാണ് 43 പേർ അറസ്റ്റിലായത്. 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ട SP-യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം യോഗം ചേർന്നു. സൈബർ പോലീസ് ഉദ്യോഗസ്ഥരും വനിതാ പോലീസുകാരുമായി 25 അംഗങ്ങളാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. +2 വിദ്യാർത്ഥികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, കായിക അധ്യാപകൻ, ഇയാളുടെ സഹായികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ നീളുന്നു പീഡിപ്പിച്ചവരുടെ പട്ടിക. ലൈംഗിക ചൂഷണത്തിനിരയാക്കിയവരുടെ പേരുകൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി സൂക്ഷിച്ചത് കേസ് അന്വേഷണത്തിന് സഹായമായി. പ്രതികൾ പെൺകുട്ടിയുമായി സംസാരിച്ച ഫോൺ രേഖകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചാണ് അറസ്റ്റുകൾ. പ്രായപൂർത്തിയാകാത്ത 4 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ 11 കേസും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 16 കേസുമുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 29 FIR-കളാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. ശശി, നമ്മൾ ഈ വാർത്ത ആദ്യത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യാപ്തിയിലല്ല ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത്. കൂടുതൽ FIR-കൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇനി അറിയേണ്ടത് ഈ പ്രതികളെ എത്രത്തോളം മുഴുവനായി ഈ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് സംവിധാനത്തിന് കഴിയുമെന്നതാണ്. ഇന്നലെ അന്വേഷണ സംഘമൊക്കെ വിപുലീകരിച്ചല്ലോ. പുതിയ സംഘം എങ്ങനെയാണ് ഈ കേസിൽ മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 43 പേരെയാണ് പിടിയിലായിട്ട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയും ഒരു 29 FIR-കളാണ്. അതായത് പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ നിന്നുള്ള ആ കേസ് നമ്മൾ സൂചിപ്പിച്ചിട്ട് 29 FIR-കളിൽ 43 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടിയുടെ ലിസ്റ്റ് പ്രകാരം പ്രതികളുടെ എണ്ണം കൂടുതലാണ്. ആ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും വാർത്തയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ ചില പ്രതികളൊക്കെ വിദേശത്ത് കിടക്കാൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടി, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒപ്പം വിദേശത്ത് പോയവർക്കും ഒക്കെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും മുഴുവൻ പ്രതികളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അതിനായി ഇന്നലെ പ്രത്യേക യോഗം കൂടുകയും ആലോചന നടത്തുകയും DIG അജിത നേതൃത്വത്തിൽ ശക്തമായ ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും അറസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കസ്റ്റഡി എടുക്കുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നത്. എന്തായാലും ക്രൂരമായ മുഴുവൻ പ്രതികളുടെയും പെൺകുട്ടികളുടെ ലിസ്റ്റ് പ്രകാരമുള്ള പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുള്ള പ്രതികളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. അത് കൃത്യമായി പോലീസ് നടപ്പിലാക്കുന്നുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോഴും തുടരുകയാണ്. പുതിയ ആളുകളെ കസ്റ്റഡി എടുക്കുമ്പോഴും മറ്റൊക്കെ എടുത്തതിനു ശേഷം അവരെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് കടക്കുന്നത്. ഒരു നീതി ഈ പെൺകുട്ടിക്ക് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു പീഡന കേസാണ് പുറത്തു വന്നത്. അത് കൃത്യമായി അതിന്റെ പഴുതുകൾ അടച്ച് അന്വേഷണം നടത്തി FIR പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായ ലക്ഷ്യം. ആ തരത്തിൽ കേസ് മുന്നോട്ട് പോവുകയാണ്. ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായ സ്ഥലങ്ങൾ കൂടിയൊക്കെ ഇന്നലെയൊക്കെ കൃത്യമായ ഒരു വിവരം കൂടി ലഭിച്ചത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് അവിടെയും സമീപ പ്രദേശങ്ങളിലെല്ലാം കുട്ടിയെ ഇതേപോലെ ഈ അറസ്റ്റിലായ പ്രതികൾ കൊണ്ടുപോയി പലരും ക്രൂരമായി പീഡിപ്പിക്കുന്നതും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു അറസ്റ്റ് സാധ്യതയുണ്ട്. കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിലൊക്കെയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. ഇന്നലെ നമ്മൾ അവിടെ നാടകീയ ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ ഇന്നാകും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടാവുക. 2 ദിവസത്തിനകം കല്ലറ പൊളിക്കുമെന്നും മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് കൈമാറുമെന്നുള്ള നിലപാടിലാണ് പോലീസ്. എന്നാൽ കല്ലറ പൊളിക്കുന്നതിൽ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ എതിർപ്പ് തുടരുകയാണ്. ഇതിനിടെ അവർക്ക് പിന്തുണയുമായി പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അവരുമായി പോലീസ് ഇന്ന് ചർച്ച നടത്തിയേക്കും.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഒരു മരണം, ആ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. അതിന് വിശ്വാസത്തിന്റെ ഒരു മേൽമൂടി വരുന്നു. അപ്പോഴത്തേക്കും അതിലേക്ക് കുറെ സംഘടനകൾ വരുന്നു. അങ്ങനെ ഒരു പക്ഷെ ഒരു ക്രമസമാധാന പ്രശ്നത്തിന്റെ തൊട്ട് വക്കിൽ നിന്നാണ് ഇന്നലെ പോലീസ് ഇന്നലത്തെ നടപടികളിൽ നിന്ന് പിന്മാറിയത്. ഇന്നാവുമ്പോഴത്തേക്കും ആ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവരുടെ കയ്യിൽ പ്ലാൻ ഉണ്ട്, പക്ഷെ അതെങ്ങനെ നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്? സാഹചര്യം അങ്ങനെ തന്നെ തുടരുകയാണ് ശ്രീജ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നാൽ അത് സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നൊരു ബോധ്യത്തിൽ പോലീസ് അങ്ങനെയൊരു നടപടിയിലേക്ക് ഇന്നലെ കടക്കാതെ ഇരുന്നത്. അതിനുശേഷമാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ ഈ പ്രതിഷേധം ഉന്നയിച്ച ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളുമായും അതോടൊപ്പം ഗോപൻ സ്വാമിയുടെ മക്കളുമായൊക്കെ പോലീസ് വിശദമായ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് നോട്ടീസ് നൽകുകയില്ല, ഇതിലെ നിയമവശങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് അവർക്ക് കൈമാറും എന്നായിരുന്നു സബ് കളക്ടർ നേരത്തെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത്തരത്തിൽ ഉത്തരവിൻ്റെ പകർപ്പ് അവരെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മരണം ഔദ്യോഗികമായി സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ സമാധി ഇരുത്തി, ഇതാണ് പോലീസ് മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ നിയമപരമായ വഴികളിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഈ സമാധി സ്ഥലം പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണം, അതല്ല സ്വാഭാവികമാണെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഈ ഒരു നിലപാടിലേക്കാണ് പോലീസ് എത്തുന്നത്. പക്ഷേ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അതിനവർ പറയുന്ന ആക്ഷേപം സമാധി ഇരുത്തിയ സ്ഥലം പൊളിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിഘ്നം സംഭവിക്കുകയാണ്, അതിന് സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടിലാണ് ഈ കുടുംബവും മറ്റ് സംഘടനകളുടെ പ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത അവിടെ ഉടലെടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിലുണ്ടാകുന്ന ഇടപെടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അതല്ല എങ്കിൽ ഈ കോടതിയെ സമീപിക്കാനുള്ള കുടുംബത്തിന്റെ നീക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ഒരു പോലീസിന്റെ ആക്ഷൻ അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അവരൊരു പ്ലാൻ തയ്യാറാക്കിയാണ് ഇന്നലെ അവിടെ എത്തിയത്. അതിനെ അളവെടുത്തതിന് ശേഷം എത്ര സമയം കൊണ്ട് അത് പൊളിച്ചു മാറ്റാനാണ്, ഇതൊക്കെ കൃത്യമായി തന്നെ ഒരു പ്ലാൻ ചെയ്ത് തന്നെയാണ് RD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നടപടികളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വിശദമായി ഈ പശ്ചാത്തലമെല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും ഈ തുടർ നീക്കങ്ങളിലേക്ക് എങ്ങനെ കടക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനത്തിൽ എത്തുക. അതേസമയം കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ എന്തായാലും സംഭവ ബഹുലമായി തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. വയനാട് വീണ്ടും ഭീതിയിലാണ്. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം ഇന്നുമുണ്ടായി. ഊട്ടിക്കവല ബിജുവിന്റെ വീട്ടിലെ ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ഓടിമറഞ്ഞു. ഒരാഴ്ചക്കിടെ 4 വളർത്തു മൃഗങ്ങളെയാണ് ഇവിടെ കടുവ കൊന്നത്. സ്ഥലത്ത് പരിശോധന നടത്തിയ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. അതുപോലെ തന്നെ രാത്രി ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ കടന്നായിരുന്നു. അപ്പോൾ ഒരു 2 മണിയോട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ഇതായിട്ട് ആരെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ രാത്രി 2:05 കണ്ടോ ചെറിയൊരു ഒച്ചയും കേട്ടു, ആ ലൈറ്റും തെളിഞ്ഞു. അപ്പോൾ അമ്മ അതിൻ്റെ ബെഡ്റൂമിൽ അവരുടെ ഇതിൽ നടക്കണം. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആട് കാണാം, ആടിൻ്റെ കൂട് കാണാം. അപ്പം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിയപ്പം അവിടെ 2 കാലും കുത്തിയിട്ട് അതിനെ കഴുത്തേപ്പിട്ട് അത് ഉറങ്ങുമായിരുന്നു തള്ളയാട്. കുഞ്ഞുങ്ങൾ കരയണ കേട്ടോണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളും അപ്പുറത്തെ റൂമിൽ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ആട് ചത്തിരുന്നു. അമ്മച്ചി കണ്ടു, അമ്മ കണ്ടിരുന്നു. അത് അന്നേരം തന്നെ ഒച്ച കേട്ടപ്പോൾ പിടിവിട്ട് പോകും. കഴിഞ്ഞ രാത്രിയാണ് ഈ ഊട്ടിക്കവല 56-അടുത്ത് ഊട്ടിക്കവല എന്ന ഭാഗത്ത് ഒരു ലിഫ്റ്റിങ്ങിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത്. അപ്പോൾ വീട്ടുകാർ ഉണർന്നതുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ഏറെയായിട്ട് ഇന്നലെ വൈൽഡ് ലൈഫിൽ കൊണ്ടുവന്ന കൂട്ടിൽ, റിസർവ് കൂട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവേനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിലവിൽ 4 കൂടാണ് ഈ പറയുന്നത്. നമ്മൾ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്.
അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദൗത്യം അതിന്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ്, ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനം വകുപ്പ് വലിയ ജാഗ്രതയിലാണ് ഇരുന്നത്. പക്ഷേ എന്നിട്ടും തുടർച്ചയായ നാലാമത്തെ ദിവസവും ഈ വീട്ടിനുള്ളിൽ കൂട്ടിൽ കിടക്കുന്ന ആടിനെ കടുവ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് ആളുകളിൽ വലിയ ഭീതി ഉണ്ടാക്കുമല്ലോ. ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പം ഏതാണ്ട് ഈ കാപ്പിത്തോട്ടത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴും ഇതിനെ പിടിക്കാനുള്ളൊരു സാഹചര്യം വരാത്തത് എന്തുകൊണ്ടാണ്? ശ്രീജ, നമുക്കിപ്പോ കാണാം 3 ആടുകളുമായി ഈ മറിയം എന്ന അമ്മ നിൽക്കുന്നത്. ഈ ആടിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം ചോരപ്പാടുകൾ നിൽക്കുന്നു. ഈ തള്ള ആടിനൊപ്പം ഈ 3 ആടുകളും നമുക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ കൂട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ ആടിനെ പിടിച്ചത്. നമുക്ക് അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു സംഭവം? ഞാൻ രാത്രി നോക്കുമ്പോൾ ഒരു ഒച്ച കേട്ടായിരുന്നേ. നോക്കിയപ്പോ ജനല് പറഞ്ഞു നോക്കിയപ്പം ഈ കൂട് കിടന്ന പടയ്ക്ക് ഒച്ച കേട്ടു. നോക്കിയപ്പോൾ ഈ കൂട്ടിന്ന് ഇവിടുന്ന് കടുവ ഇതിനെ പിടിച്ച് തള്ളേനെ കൊന്നേച്ച് ഇങ്ങോട്ട് മാറിപ്പോവുക, ഇങ്ങോട്ട് ഇറങ്ങി പോവുക ഇത്. അപ്പൊ ഒച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ ആടിനെ കടുവ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മോനെ വിളിച്ചു. അവര് വന്നു കഴിഞ്ഞപ്പോ അപ്പോഴത്തേക്ക് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ജനലിട്ട് കൊട്ടി ഈ കടുവ ഇതിൽ കൈ കുത്തിയിട്ട് ഇവിടെ നിൽക്കുക. അവിടെ ഒച്ച ജനലിട്ട് അടിച്ചു ഞാൻ ചില്ലിനിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കടുവ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും ആടിനെ കൊന്നു കഴിഞ്ഞിട്ട് കടുവ ഇതിലെങ്ങനെ ഇങ്ങോട്ട് പോവുക ഇത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ 3 എണ്ണങ്ങളെ ഇവിടെ ഇവിടെ ഈ സൈഡിൽ കൂടെ കെട്ടിയേക്കും ഇത്. പ്രസവിച്ചിട്ട് 1.5 മാസം ആയുള്ളൂ. ഇതിന് നന്നായിട്ട് 1.5 ലിറ്റർ പാല് കിട്ടണേ. അപ്പൊ രാവിലെ ചായക്കുള്ള ഇച്ചിരി കറക്കാന്ന് ഓർത്തുകൊണ്ട് ഒരു 3-4 ദിവസമായിട്ട് ഞാൻ പിടിച്ച് കെട്ടിയിട്ടുകൊണ്ടിരിക്കുവോ ഇത് ഇതുങ്ങളെ. അങ്ങനെ ഈ കടുവ ഇതിനെയും പിടിച്ച് ഇങ്ങനെ ആയിക്കൊണ്ട് ഇങ്ങോട്ട് കൊന്നേച്ച് പോകുന്നു. അപ്പൊ ഇതുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചില്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ തുള്ളി വിറയ്ക്കുവാ ഇതുങ്ങള് കിടന്നുകൊണ്ട്. അപ്പൊ അത് കാരണം ഇതുങ്ങൾ പേടിച്ച് ഇങ്ങനെ വല്ലാണ്ടായി. ഞങ്ങളും പേടിച്ചു പോയി. എല്ലാം ഇങ്ങനെ ഇതാകുക ഇത്. അങ്ങനെ എങ്ങനെ അറിഞ്ഞത് ഇതിന്റെ കടുവ എത്തിയെന്ന് എങ്ങനെ അറിഞ്ഞു? കടുവ എത്തിയെന്ന് പറഞ്ഞത് ഈ ഒച്ച കേട്ടപ്പോ ഇതല്ലേ ലൈറ്റ്, ഈ റൂമിലാണ് ഞാൻ കിടക്കുന്നേ, ഈ റൂമിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ലൈറ്റ് തെളിയും ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ ലൈറ്റ് തെളിയുമ്പോൾ അവിടുന്ന് നോക്കി ആടിനെ നമ്മൾ നോക്കൂലോ, നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ വളർക്കുന്ന മൃഗമല്ലേ, അപ്പൊ നമ്മൾ നോക്കൂലോ ഇതിന് എന്നാ പറ്റിയെന്നുള്ള ഒരു. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഈ കടുവ തന്നെ. അപ്പൊ ശരിയോ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. കടുവ ആടിനെ കൊന്നു. തള്ളയാടിനെ കണ്ടില്ല. തള്ളയാട് പൊന്തിരുന്ന വലിയ ആടാ, 2.5 ലിറ്റർ പാല് കറക്കുന്ന ആടാ, വലിയ ആടാ. അപ്പൊ അത് കാരണം ഇതിനൊക്കെ നമുക്കറിയാം. ഇവിടെ എണിച്ച് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതും തള്ള വലുതും അല്ലേ. അപ്പൊ ഇതിനെ കൊന്നു എന്നുള്ള ഒരു ഉറപ്പായി. കൊന്നിട്ട് ഈ കടുവ അങ്ങോട്ട് പോയി ഇതിനങ്ങോട്ട്. അപ്പൊ ഈ 3 കുഞ്ഞുങ്ങളെ ഇതാക്കിയിട്ട് പിന്നെ അവന്റെ പേർക്ക് മോനെ വിളിച്ചു ഞാൻ. അപ്പൊ അപ്പോഴത്തേക്ക് അവരും വന്നു. അപ്പൊ കടുവ ആടിനെ കൊന്നു അമ്മ, ഇനി എന്നാ ചെയ്യണേന്ന് ചോദിച്ചോണ്ട് ആരോടാ പറയണേ എന്നാ പറയാം. അപ്പം പറഞ്ഞു ഞാനോട് പറ മോനെ അങ്ങനെ വിളിക്ക് എന്ന് പറഞ്ഞു. മൂത്തവൻ വേറെ താമസിക്കുന്നത്. അപ്പൊ അവനെ വിളിച്ചു, ഇളയവൻ ഇവിടെ താമസിക്കുന്നത്. അവനെ വിളിച്ചു. അവൻ 10 മിനിറ്റിനുള്ളിൽ അവനും വന്നു, ഫോറസ്റ്റുകാരും അവരെല്ലാം 15 മിനിറ്റിനുള്ളിൽ 2 പേരും 10 മിനിറ്റിനുള്ളിൽ അവനും വന്നു, ഫോറസ്റ്റുകാരും വന്നു. അപ്പോഴത്തേക്ക് എല്ലാ കാര്യവും ഇതാക്കി ഇങ്ങനെ അവര് വന്നു ഇത് ചെയ്യേണ്ടത്. ശ്രീജ, ഇതാണ് ഈ കൂടാണ്. ഈ കൂടിനുള്ളിലായിരുന്നു ആടുണ്ടായിരുന്നത്. അതിന് ചേർന്ന ഇടങ്ങൾ കൃഷിയിടങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ കാപ്പിത്തോട്ടമുണ്ട്. ആ ഭാഗത്ത് ഈ മേഖലകളിൽ തന്നെ ഏതാണ്ട് രാവിലെ വരെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ തെർമൽ സ്കാനറുകൾ ഉപയോഗിച്ച്, ഈ ഡ്രോൺ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ മേഖലകളിൽ രാവിലെ വരെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ അരുൺ സക്കറെ ഡോക്ടർ അടക്കമുള്ളവർ, ഈ DFO അടക്കമുള്ളവർ ആ സമീപത്ത് തന്നെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിനടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. ഒരു ദൌത്യത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. എങ്ങനെ രാവിലെ വരെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? രാവിലെ ഒരു 4 മണി വരെ മേളിൽ കാപ്പിത്തോട്ടത്തിലുണ്ടായിരുന്നു എന്നാ പറയുന്നവരെ. പിന്നെ 2 മണിക്ക് വന്ന് പിടിച്ചു, 2:10 പിടിച്ചെന്ന് പറഞ്ഞു. 4 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് മേളിൽ കൂടി കയറി അപ്പുറം കാപ്പിത്തോട്ടത്തിലുണ്ടെന്ന് അവർ പറയുന്നത്. ഇവിടെ കടുവ മാത്രമല്ല, എല്ലാ മൃഗവും, പന്നിയാണ് ഏറ്റവും വലിയ ശല്യം. ഒരു കൃഷിയൊന്നും ഞങ്ങൾക്ക് ഒരു വാഴക്കൃഷിയായാലും നട്ടാലൊന്നും കിട്ടി അത്ര തന്നെ. അതെല്ലാം മാന്, മലയണ്ണാൻ, കൊരങ്ങ്, എല്ലാ ശല്യങ്ങളും. വയനാട്ടിലെ പുൽപ്പള്ളി ഈ ഭാഗത്തുള്ള ആളുകൾ തുടർച്ചയായ 4ാം ദിവസവും കടുവ വീട്ടിലേക്ക് വന്ന് വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന സാഹചര്യം. ആടുകളെ മാത്രമാണ് പിടിക്കുന്നത്. പ്രായമായ ഒരു കടുവയാണെന്നൊക്കെ വനം വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരു ദൗത്യത്തിലേക്ക് ഒരുപക്ഷെ സംഘം പോയേക്കാമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനീഷ് കുമാറാണ് വിവരങ്ങൾ പുൽപ്പള്ളിയിൽ നിന്ന് നൽകിയത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇത് കണ്ടു.